പുന്നയൂർകുളം ആൽത്തറ ഗോവിന്ദാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 5 ദിവസങ്ങളിലായി ആഘോഷിച്ച വൈശാഖ ഏകാദശിക്ക് സമാപനമായി. വലിയ വിളക്ക് ദിവസം വിളക്ക് എഴുന്നള്ളിപ്പിന് ശേഷം നട അടച്ചതോടെയാണ് ആഘോഷത്തിന് സമാപനമായത്. മെയ് 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ പരിപാടികളോടെ വൈശാഖ ഏകാദശി മഹോത്സവം ആഘോഷിച്ചത്. ഇതിന്റെ ഭാഗമായി 1-ാം വിളക്ക് ദിവസം ക്ഷേത്രം പ്രസിഡന്റ് കെ.ബി. സുകുമാരന്റെ വസതിയിൽ നിന്നും കൊടിമര ഘോഷയാത്രയും തൃക്കൊടിയേറ്റവും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം നടത്തിയത്. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം, ഭരതനാട്യം, സെമി ക്ലാസിക്കൽ ഡാൻസ്, നൃത്താഞ്ജലി, തിരുവാതിരക്കളി, ഗാനമേള, മെഗാ ഫ്യൂഷൻ സ്റ്റേജ് ഷോ എന്നിവ നടത്തിയിരുന്നു. 2-ാം വിളക്ക് ദിവസം സർപ്പബലി ദർശനവും 4-ാം വിളക്ക് ദിവസം ഉത്സവബലി ദർശനവും വലിയ വിളക്ക് ദിവസം ദ്വാദശി ആറാട്ടും നടത്തി. രാവിലെ ആറാട്ടുകടവിൽ ദർശനം, കൊടിക്കൽ പറ, കലശം, അഭിഷേകം, വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ദേശപൂരം വരവ്, തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 10ഓളം ഗജവീരന്മാർ അണിനിരന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ കെ.ബി. സുകുമാരൻ, ശ്യാം പനമുക്കിൽ, മുരളീധരൻ പൊലിയത്ത്, എം.ജി. സുരേഷ്, ഹരി എഴുത്തുപുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം.